Explain the procedure, identify the patient, explain the procedure, identify the patient. ഓ എന്തോരം പഠിച്ചിട്ടൊന്നും തലേ കയറുന്നില്ലല്ല. എക്സ്പ്ലെയിൻ ഇത് തന്നെ ഇത്ര നേരായിട്ടും പഠിച്ചോണ്ടിരിക്കണേ. ദേവിക ചേച്ചിയല്ലേ? നീ ഏതാ ചക്ക? ഞങ്ങള് ജൂനിയേഴ്സ് ആണ് ചേച്ചി. സീനിയേഴ്സിനോട് കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാനാ മിസ്സുമാര് പറഞ്ഞേക്കണേ. ഓ ഈ കോളേജിൽ ഏറ്റവും ഇന്റലിജന്റ് ആയ സ്റ്റുഡന്റ് അടുത്താണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹോ ഞങ്ങളുടെ ഭാഗ്യം. ഓക്കെ, നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് വൈറ്റൽസ് എടുത്തു തുടങ്ങിക്കോ. എനിക്ക് കുറച്ച് വൈവ പഠിക്കാനുണ്ട്. അല്ല ചേച്ചി, നമ്മള് സാധാരണ പ്രാക്ടിക്കൽസിന് വേണ്ടിയല്ലേ ഇവിടെ വരണേ. അപ്പൊ ഇവിടെ ഇരുന്ന് വൈവ പഠിച്ചാ നമ്മുടെ പ്രാക്ടിക്കൽസിനുള്ള ടൈം അല്ലേ പോണേ. ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചൂടെ? അപ്പൊ പിന്നെ എനിക്ക് എഴുതി തീർക്കാനുള്ളത് നീ ഒന്ന് എഴുതി തരുമോ? അതിന് മാത്രം എഴുതാനുണ്ടോ? വെൽക്കം ടു BSc Nursing. വിത്ത് പ്ലഷർ. എന്താണ് സംസാരം? എന്താണ് പരിപാടി? ഒന്നുമില്ല മാഡം, ഞാൻ പിള്ളേർ കുറച്ച് ഡൗട്ട് തീർത്തു കൊടുക്കുമായിരുന്നു. ഓ ഗുഡ് ഗുഡ്. ദേവിക ലജ്ജിനെ കണ്ടായിരുന്നോ? രാവിലെ അറ്റൻഡൻസ് എടുത്തപ്പോ കണ്ടതാ. പിന്നെ മഷി ഇട്ട് നോക്കിയിട്ടോലും കിട്ടിയിട്ടില്ല. ഇല്ല മാഡം, ഞാൻ കണ്ടില്ല. ഈ തോളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാസിട്ട് നടക്കുന്ന ചേട്ടനാണോ? യെസ്, അവൻ തന്നെ. അവനെ കണ്ടായിരുന്നോ? ആ ക്യാൻറ്റീന്റെ സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അവനെ ഞാൻ നോക്കിക്കോളാം. യു ഗൈസ് ക്യാരി ഓൺ. ഓ ഇന്നും അവനെ മാഡം പൊക്കും. എടാ പിന്നെ ഇതാ ലെജിന്റെ ID കാർഡാ. ഇത് അവനങ്ങ് കൊടുത്തു. പിന്നെ ഒരു കാര്യം, ഭൂലോകം ഉടായിപ്പാ. വെറുതെ മുട്ടാൻ നിൽക്കണ്ട, പണി കിട്ടും. ഇന്ന് എല്ലാ സീനിയേഴ്സും വൈവ സൈൻ എന്നും പറഞ്ഞ് നടക്കുക. നമ്മളിവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പോലും കാണത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ കള്ളത്തിലൊക്കെ പൊക്കാൻ മാത്രമുള്ള ഉടായ്പൊക്കെ ഇവിടെ ഉണ്ടോ? ഇനിയും ഉണ്ടോ? ഏയ് രണ്ട് വട കുടിക്കാൻ എന്തെങ്കിലും? ഞാനിവിടുത്തെ വീട്ടിലല്ലോ. നിങ്ങളോടാരാ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞത്? ഇവിടെ വന്നിരിക്കാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ലേ? ഈ ക്യാൻറ്റീനിൽ സമയം വന്നിരിക്കാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. നിങ്ങൾ ഇവിടെ വന്ന് വിളിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനവിടെ പോയി വിളിച്ചിരിക്കും. ഇവിടുത്തെ ചായയും വടയും ഞാനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതാ. ഇനി എന്റെ വാക്ക് ധിക്കരിച്ചെങ്ങാൻ ഇവിടെ വന്ന് എന്റെ അമ്മ തലറങ്ങി ഒന്നുമില്ല. രാവിലെ അമ്മ അപ്പോഴേ പറഞ്ഞതാ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാവൂന്ന്. അപ്പൊ പറഞ്ഞു വന്ന പോലെ നാളെ ഇനി എന്നെങ്ങാനും എന്റെ വാക്ക് ഇനി എങ്ങാനും എന്റെ വാക്ക് ധിക്കരിച്ച് ഇവിടെ എങ്ങാനും വന്നിരുന്നാ പൊക്കോ. അല്ല നിങ്ങൾ നീ കൈ പൊക്കി പിടിച്ചോണ്ടിങ്ങനെ പോണേ? അതിന് ചേട്ടൻ കൈ താഴ്ത്താൻ പറഞ്ഞില്ലല്ലോ. ഒന്ന് പോയി താ എന്റെ പിള്ളേരെ. പിള്ളേർ എല്ലാവരും എന്നെ പേടിച്ചു പോയി. എത്ര പറഞ്ഞാലും നീ ഒന്നും പഠിക്കില്ലല്ലോ എന്റെ ലജ്ജിനെ. ഈ പുള്ളിക്കാരിക്ക് എന്റെ പുറക്കാൻ അല്ലാണ്ട് വേറെ ഒരു പണിയില്ലേ? ഗുഡ് മോർണിംഗ് മാഡം. മാം വരൂ, നമുക്കൊരു ചായ കുടിക്കാം. ചായ കുടിക്കാനാണോ ലജ്ജിനെ നമ്മൾ ഇവിടെ വന്നേ? അപ്പൊ അല്ലേ മാഡം? എന്റെ പൊന്നു ലജ്ജിനെ, പുതിയ പിള്ളേരൊക്കെ വന്നേക്കാ. ഈ പിള്ളേരൊക്കെ നിന്നെ കണ്ടല്ലേ ലജ്ജിനെ പഠിക്കുന്നേ? മാഡം കഴിഞ്ഞ വർഷം ഈ സെയിം ഡയലോഗ് എന്റെ അടുത്ത് പറഞ്ഞത് കേട്ട് എനിക്ക് എന്നെ ക്രിഞ്ചടിക്കാൻ തുടങ്ങി. നിന്റെ പ്രവൃത്തിയിൽ മാറ്റമൊന്നുമില്ലല്ലോ. നീ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് വാർഡിലേക്ക് പോയിക്കേ ലജ്ജിനെ, എനിക്ക് വേറെ പണിയുണ്ട്. ഓക്കെ മാഡം. പിന്നെ മിസ് പറഞ്ഞെന്നും പറഞ്ഞ ഞാനിപ്പോ വാടി പോകാൻ പോലെ രാവിലെ വന്നപ്പോ തൊട്ട് റെസ്റ്റ് എടുക്കണേ. ഇനി കുറച്ചേരം വിശ്രമിക്കട്ടെ. ആഹാ എന്ത് സുഖമുള്ള ഒരു രാവിലെ. ചേട്ടനാണോ ലജിൻ? ജൂനിയേഴ്സാ? അതെ. ചേട്ടനെ പറ്റി ഒരുപാട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പ്ലീസ് എനിക്കറിയാം ഈ കോളേജിൽ എല്ലാരും എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഏറ്റുപിടിക്കേണ്ട കാര്യമില്ല. ചേട്ടൻ ഭയങ്കര ഹൈ ലെവലാന്ന് കേട്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ പൊക്കി പറയില്ലേ, എനിക്ക് പ്രശംസ ഇഷ്ടമല്ല. പ്ലീസ്
അഭിഷേക് ആ വാർഡിലെ പേഷ്യന്റ് ഭയങ്കര മോഡ ഹിസ്റ്ററി കളക്ട് ചെയ്യാൻ സമയക്കണം. നീ എന്തിനാ വന്നേ? വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെജൻഡ് ആയിട്ടുള്ളപ്പോ നീ എന്തിനാ പേടിക്കണേ? ആ ഹിസ്റ്ററി എങ്ങനെയാ കളക്ട് ചെയ്യണെന്ന് കാണിച്ചോളും കേട്ടാ. എന്നാ വാ, നിങ്ങളും ഇതൊക്കെ പഠിക്കണമല്ലോ. ചേച്ചി പ്ലീസ് ചേച്ചി ഒന്ന് സമ്മതിക്കേ ചേച്ചി. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാ ചേച്ചി പ്ലീസ് ചേച്ചി. ഒന്ന് പോയ പിള്ളേരെ, എനിക്ക് കുറച്ച് സമാധാനം തരും. കുറെ നേരെ ചേച്ചി പ്ലീസ് ചേച്ചി. എടിതേ ലൈൻ ചേട്ടൻ വന്നു. ചേട്ടാ കാണിച്ചു കൊടുക്ക്. ഇവന്മാർക്കൊന്നും വയ്യേ. യെസ് ഗൈസ്, ഞാനിവിടെ എത്തിയല്ലോ, ഇനി ഒന്നും പേടിക്കണ്ട. ഗൈസ്, ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കി പഠിച്ചോളാം കേട്ടോ. തമാശ. ചേച്ചി ഇതെന്ത് രസമുള്ള കൊച്ചത്. ഇത് ചേച്ചിയുടെ അനിയത്തിയാണോ? അല്ല, എന്റെ മോളാ. മോളോ? അയ്യോ, ചേച്ചിനെ കണ്ട ഒരു കൊച്ചെടുത്തൊന്നും പറയത്തേയില്ല. എന്തൊരു എങ്ങാ. നിന്റെ പേരെന്താ? ലെജിൻ. ചേച്ചി, നമ്മുടെ പിള്ളേർക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു പഠിക്കാൻ വേണ്ടിട്ടാ. ചേച്ചി ഒന്ന് സഹായിക്കൂ. അതിനെന്താ, നീ ചോദിച്ചോടാ. ഇനി കണ്ടോ ചേച്ചിയുടെ വീട് എവിടെയാ? ചേച്ചി എന്നാ അഡ്മിറ്റ് ആയേ? ഇന്നലെ. എന്താ പറ്റിയേ? നല്ല പനിയുണ്ട്. എത്ര മക്കളുണ്ട്? 3. കണ്ടോ ഗൈസ്, ഇത്ര ഉള്ള കാര്യം. ചേച്ചി കെട്ടി വേണോ? ചേച്ചി ഇപ്പൊ എന്തിനാ തല്ലേ? അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പറ്റിയായിരുന്നോ? ഇല്ലടാ, ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമായി നടക്കുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ചേച്ചിനെ എനിക്ക് പണ്ടോട്ട് അറിയാം, ചേച്ചിക്ക് എന്നെ അറിയാം. ഒട്ടിക്കത്ത വേദന. അയ്യോ എന്തൊരു സുഖം. അയ്യോ ഹസ്ന മാഡം ഇപ്പൊ ബെഡിൽ നിന്ന് പൊക്കും. എണീക്കണോ കോപ്പമാരെ? എന്റെ അമ്മായിക്ക് ചേട്ടാ അറ്റൻഡൻസ് കളയോ? പേടിക്കണ്ട, അറ്റൻഡൻസ് കളയാൻ പറ്റുന്നത് ബിനസാറല്ല. ഗുഡ് മോർണിംഗ് മാഡം. പഠിച്ചല്ലേ മാഡം? അറിയാണ്ട് പെട്ടില്ലേ? ലെജിന് ഞാൻ പഠിപ്പിക്കുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ ഇങ്ങനെ അല്ല, ഞാൻ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാം, ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ? അതിന് മാഡം ഞങ്ങളെ പഠിപ്പിക്കുന്നില്ലല്ലോ. ഓക്കെ. എന്നെ പറ്റിയാണ് നിങ്ങൾ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നേ? അല്ല മാഡം, എന്ത്? ഇല്ല, ഓക്കെ ക്യാരി ഓൺ. ചേട്ടാ പോസ്റ്റിന്റെ ടൈം തീർന്നട്ടോ. ദേവമാനൊക്കെ ബസ്സായിട്ട് വരും, പോണ്ടേ? ശരിയാണല്ലോ, സമയം പോയതൊന്നും അറിഞ്ഞില്ലടാ. എന്നാ വിടാല്ലേ? ആ പോരി, വാ, എടുത്ത് ഡ്രസ് മാറി പോവാ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ ലെജിൻ. പറയൂ, എന്താ കാര്യം? മാഡം, ഈ പ്രാവശ്യം നമ്മുടെ ഓണം വരുവാണല്ലോ. നമുക്ക് ഓണം സെലിബ്രേഷൻ വളരെ വിപുലമായി നടത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനെന്താ, നടത്തിക്കോ. ബട്ട് മാഡം, പരിപാടി കഴിഞ്ഞ് പിള്ളേർക്ക് എല്ലാവർക്കും പാട്ടിട്ട് ഒരുമിച്ച് ഒന്ന് തുള്ളണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ടേ. അയ്യോ, അത് സാർ സമ്മതിക്കും തോന്നണല്ലോ ലെജിൻ. മാഡം, നമ്മുടെ ഒരു കോളേജിൽ അതിന്റേതായ ഒരു വൈബൊക്കെ വേണ്ടേ? അത് ഞാൻ പറഞ്ഞു. അപ്പൊ പറയാ, നിങ്ങൾ തുള്ളിക്കോ, പക്ഷെ പാട്ട് ഓഫ് ആക്കിയിട്ട് തുള്ളിക്കോളാൻ പറഞ്ഞു. മാഡത്തിന് ഞങ്ങളെ കണ്ടിട്ട് പാടത്ത് നിൽക്കുന്ന കോലമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ദേ സാറ് വരുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നേരിട്ട് അങ്ങ് ചോദിച്ചോ. സാർ യെസ് കുട്ടികളെ പറയൂ. സാർ, ഇന്നലെ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഫുഡിന്റെ കൂടെ പുഴുവിനെ കിട്ടിയിരുന്നു. അത് പറയാൻ വന്നായിരുന്നു. അതിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുഴുവിനെ കിട്ടാറില്ലേ? എന്റെ വീട്ടിൽ നിന്ന് പുഴുവിനെ കിട്ടാറുണ്ടല്ലോ. എന്താ സാർ, സാറിന്റെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും ചൈനീസ് ഡിഷാ? പിന്നെ സാർ, എന്റെ വീട് ഈ മതിലിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. എന്നെ ഒന്ന് ഡേ സ്കോളർ ആക്കിയിരുന്നെങ്കിൽ. നോക്കൂ കുട്ടികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ ഇൻഫ്രാസ്ട്രക്ചർ പണിത് വെച്ചിരിക്കണത് എന്തിനാണ്? നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനാണ്. നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മുടെ ഈ കോളേജ് കടത്തിലാണ്. നീ താനെന്തിനാണ് വന്നേക്കുന്നത്? അല്ല സാർ, ഓണം സെലിബ്രേഷൻ പാട്ടിട്ട് തുള്ളൽ. അതൊന്നും കുടുംബത്തിൽ പിറന്നവർക്ക് പറ്റിയ പണിയല്ല. പൊക്കോ. എടാ രജനി, വേഗം വാ. സാറിന്റെ വിടാ, 1 മിനിറ്റ് പോയി കഴിഞ്ഞാൽ അറ്റൻഡൻസ് കിട്ടില്ല. ഓ മൈ ഗോഡ് ഗയ്സ്, കം ഓൺ. എടേ, എല്ലാരും ക്ലാസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടേ. സാറ് വന്നു വെച്ചപ്പോ സീനാക്കും.
എല്ലാരും വന്നോ ക്ലാസ്സില്? ഇല്ല സാർ, രണ്ടുപേരും കൂടെ വരാനുണ്ട്. എന്നാ അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞോ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണം. പിന്നെ റിക്വയർമെന്റ്സിന്റെ കാര്യം അറിയാലോ, അതൊക്കെ ടൈമിന് വെക്കണം. നിങ്ങൾക്കുള്ള കുഴി ഞാൻ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഴി വെട്ടാൻ ഇയാളല്ലേ ജോർജ് കുട്ടിയാ? നോ ലെജിൻ, സാറിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല. സോറി മാസ്റ്റർ അൻസിൽ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. Okay students, today we discussing about population and its control. During the World War, the population decreases. അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. നിങ്ങൾ വേൾഡ് വാർ കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ, കണ്ടിട്ടില്ല. വേൾഡ് വാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ കഷ്ടപ്പെട്ട പോലെ നിങ്ങൾ ആരെയും കഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്റെ മുന്നിലൂടെ വെടിയുണ്ടികൾ ചീറിപ്പാഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് വെടി കൊണ്ടോ സാർ? ഞാൻ ആ സാഹിബിനെ പിടിച്ച് കടന്നു കളഞ്ഞു. ഭയങ്കരം തന്നെ. ഇതൊക്കെ എന്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ ഏടുകൾ. ഇതുക്കും മേലെയുള്ള കഥകൾ ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. നാളെ നമ്മുടെ ജൂനിയേഴ്സിന് കമ്മ്യൂണിറ്റി പ്രാക്ടിക്കൽ എക്സാം ആണ്. അപ്പൊ എനിക്ക് ഇവിടുന്ന് 2 പേരുടെ സ്കില്ലിൽ ആവശ്യമുണ്ട്. അപ്പോ ലെജിൻ, നീ നാളെ എന്തായാലും കൃത്യമായിട്ട് രാവിലെ തന്നെ പ്രസന്റ് ആയിരിക്കണം. പിന്നെ നിന്റെ മുമ്പത്തെ ചിരട്ട പരിപാടിയായിട്ട് എന്റെ മുമ്പോട്ട് വരണ്ട. ഓക്കെ? ഇല്ല സാർ, ആ പരിപാടിയൊക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തോടുകൂടെ നിർത്തി. പിന്നെ കൂട്ടത്തിലെ വെളിവില്ലാത്തവരെ കൂട്ടുന്ന പരിപാടി ഞാൻ നിർത്തി സാർ. നിർത്തിയാൽ നിനക്ക് കൊള്ളാം. പിന്നെ സാർ, എനിക്ക് നാളെ വരാൻ പറ്റിയില്ലായിരുന്നേ. അതെന്താടോ? അത് നാളെ എന്റെ തോട്ടത്തിൽ അടയ്ക്കാ പറി. നിന്റെ അടയ്ക്ക നാളെ കൃത്യം 9 മണിക്ക് അവിടെ എത്തിക്കൊള്ളാം. ഓക്കെ സാർ. എടി ദേവിക, എനിക്കാണെങ്കിൽ നാളെ ഗോവയ്ക്ക് പോകാനൊരു പ്ലാൻ ഉണ്ട്. ഞാൻ എന്നാ ചെയ്യും? നമ്മുടെ കോളേജിന് കുറച്ച് പോയാൽ ചൊവ്വര സ്റ്റേഷനല്ലേ, നീ പകുതിക്ക് വെച്ച് അങ്ങോട്ട് പൊക്കോണം. ആരറിയാൻ? ശരിയാ, എന്നാലും എന്തെന്നാലും ഇങ്ങനെ പേടിക്കല്ലേടാ. പേടിക്കണത് വേറൊന്നുകൊണ്ടല്ല, നീ പറഞ്ഞു തന്ന ഐഡിയ ആയോണ്ടാ. എങ്ങോട്ടേക്ക്? എന്നാ പോ, എന്താന്ന് വെച്ചാ ചെയ്. എടാ വേഗം വന്നേ. നിങ്ങളെ എക്സാമിന് കറക്റ്റ് ടൈമിനാ വീട്ടിൽ കയറ്റിട്ടോ എനിക്ക് ഇവിടുന്ന് നാട് വിടാനായിട്ട്. ചേട്ടാ, പരീക്ഷയാണ്, ഞങ്ങക്ക് നല്ല പേടിയുണ്ട്. അതെ ചേട്ടാ, എന്താ ചെയ്യാ? എടി, എന്തിനാ ഇങ്ങനെ ഇടന്ന് പേടിക്കണേ? ആദ്യം കൊറേ ഇൻസൾട്ട് കിട്ടും, പിന്നെ അതങ്ങ് ശീലമായിക്കോളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിന്ന് ഗോവയ്ക്ക് പോകണം. സോ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോകും. ഈ പറമ്പ് കടന്ന പിന്നെ ചൊവ്വര റെയിൽവേ സ്റ്റേഷനാ. ഞാൻ ബാഗ് വരെ പാക്ക് ചെയ്തിട്ടാ വന്നേക്കണേ. നിങ്ങൾക്ക് വേണ്ടി സ്കില്ലിന് ബാഗ് എടുക്കാൻ പോയപ്പോ ഞാൻ എനിക്ക് അവിടെ ഒരു ബാഗ് അങ്ങ് പൊക്കി. സാറ് പറഞ്ഞാലോ? സാറ് പറഞ്ഞാലല്ലേ ഇയാള് നമുക്ക് പണി മേടിച്ചു തരും. എടാ, പിന്നെ ഇതൊരു കുഞ്ഞുപോലും അറിയരുത്. ചേട്ടൻ ധൈര്യമായിട്ട് പോവും, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളാണോ എന്റെ ധൈര്യം? പിന്നെ നിങ്ങളുടെ വീടുതല്ലേ, ഞാൻ തുടക്കം ഇട്ട് തന്നിട്ട് പൊക്കോളാം. ബാക്കി കേറി അങ്ങ് മേനോളാം. കേട്ടല്ലേ? ചേട്ടോ ചേട്ടോ, ആരാത്? ഈ വൃത്തികെട്ട സത്യം ഞാൻ എവിടെയും കേട്ടിട്ടുണ്ടല്ലോ. കണ്ണും പിടിക്കണില്ല. ഇയാളാ? നീയാ? ഓ മൈ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? ഇനി ഞാൻ ഇവിടെ ശരിയാവത്തില്ല. ഞാൻ പോവാട്ടാ. ബൈ. വേഗം രക്ഷപ്പെട്ടെ. ഇയാളിപ്പോ എന്തിനാ ഓടിയേ? ഇത് തമ്മിൽ എന്താ ബന്ധം? എനിക്കറിയാൻ പാടില്ല. അപ്പാപ്പ, ഞങ്ങള് നേഴ്സിംഗ് പിള്ളേരാ, എക്സാമിന് വന്നതാ. ഓ അതെയോ? ആ ഓടിപ്പോയതിന് നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഞങ്ങളുടെ സീനിയറാ. നീ ഒന്നും ഇവിടെ ഒരു നിമിഷം നിൽക്കരുത്. അയ്യോ അപ്പാപ്പ, ഞങ്ങള് പുള്ളിനെ പോലെയല്ല. ഞങ്ങള് BP നോക്കും, ഷുഗർ നോക്കും, കുളിപ്പിക്കും, നഖം വെട്ടും, ഗുളിക തരും, അങ്ങനെ എല്ലാം ചെയ്യും. കൊച്ചിനോട് അപ്പാപ്പൻ ഇവിടെ ഇരുന്നേ. അപ്പാപ്പന് ഞങ്ങൾ ഇന്ന് സ്നേഹിച്ചു കൊല്ലും. ഒന്നും പോയടാ കൊച്ചിനെ. സാറിന് ഇംപ്രസ് ചെയ്യും. എവിടെ സാനിറ്റൈസർ? എവിടെ മൂഞ്ചി? എക്സാം മൂഞ്ചി. എടാ, ബാഗ് എവിടെ? ചേട്ടൻ കൊണ്ടുപോയി നോക്കി. പുള്ളിക്കെന്തിനാ ബാഗ്? മതാബയുടെ BP നോക്കാനായിരിക്കും. ഇനി നമ്മ എന്ത് ചെയ്യും? എനിക്കറിയില്ല. എന്താടാ കൊച്ചിനെ, എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്? അപ്പാപ്പ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എന്റെ കാണാണ്ട് ബനിയൻ എവിടെ? ഇവന്മാരിത് എന്തൊരു ലേഖ പോരാത്തതിന് വേനൽ ചൂടും കണ്ണും പിടിക്കുന്നില്ല. തോർത്തുണ്ടോ?
അപ്പാപ്പൻ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയ? അപ്പാപ്പ അപ്പാപ്പ അയ്യോ, അപ്പാപ്പൻ ചത്താ. പോടാ അപ്പാപ്പാ, അപ്പാപ്പ എഴുന്നേക്കാ പാപ്പാ, നീ സാധനങ്ങൾ പിച്ചും നിങ്ങൾക്ക് പരീക്ഷ പാപ്പാ. അപ്പാപ്പൻ ചത്തുന്ന് തോന്നുന്നെങ്കിൽ അമ്മ എന്ത് ചെയ്യും? നീ പോടാ, ഞാൻ ബെഡറിലേന്ന് വിളിക്കട്ടെ. ഹലോ ചേട്ടാ, ചേട്ടാ ഒരു പണി കിട്ടി. എന്തിനാ? ബാഗ് മാറിപ്പോയി. അത് മാറിപ്പോയി നോക്കട്ടെ. ഇതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് കളിക്കാനാണോ? പോണോ? ചേട്ടാ, അപ്പാപ്പനാണെങ്കിൽ വിളിച്ചിട്ട് എനിക്കില്ല, വെടി തീർന്നതാ തോന്നണേ. എടാ, ഞാനൊരു ഫുൾ സ്കിറ്റ് നോക്കി നടക്കാത്ത കാര്യം നീ 5 മിനിറ്റ് ചെയ്യുന്നത്. വെൽ ഡൺ. ജയിലിൽ കയറ്റണം. എന്ത് ചെയ്യും? എടാ, ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ദൈവത്തിനെ വിളിക്കുക. ദൈവത്തിന് മാത്രമേ ഇനി നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇനി ഇവിടെ കാല് കുത്തി കഴിഞ്ഞാൽ കോളേജും നാട്ടുകാരും സാറും എല്ലാം എന്നെ ചവിട്ടിക്കൊല്ലും. അതുകൊണ്ട് എല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്റെ ഇവിടുത്തെ പീക്ക് ഹീറോയിസം അവസാനിച്ചിരിക്കുന്നു. ഇനി എല്ലാം നിങ്ങളാ. അപ്പൊ ഞാൻ പോവാണേ. ബൈ. കട്ടയല്ലേ ചേട്ടാ. അലനെ എക്സാം എങ്ങനെയുണ്ടായി? സാറിപ്പോ വരൂ കേട്ടോ. മുഖം കണ്ടാൽ അറിയാം, നല്ലോണം എൻജോയ് ചെയ്ത് എഴുതിട്ടുണ്ടല്ലേ. വിത്ത് പ്ലഷർ. അപ്പാപ്പനെ കെയറൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് കിടത്തി ഉറക്കിയേക്കോ അല്ലേ? കുളിപ്പിച്ചില്ല മാഡം, ഇനി വേണം കുളിപ്പിക്കാൻ. ഈ അപ്പാപ്പനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാന്ന് ഓർമ്മ കിട്ടല്ല. അപ്പാപ്പ അപ്പാപ്പ എണീറ്റ്, സാറിപ്പോ വരും. അയ്യോ, അപ്പാപ്പന്റെ പ്രേതം, ഓടിക്കോ. പഠിച്ചോനെ, നിങ്ങള് കാത്തോളി. ഹോസ്പിറ്റലിൽ പോയി അവിടെ വന്ന് സമാധാന കളി, വീട്ടിലേക്കാണ് ഇവിടെ വന്ന് സമാധാന കളി. ഞാനൊക്കെ ഇവനോട് എന്തോ തെറ്റ് ചെയ്താണോ എന്റെ തമ്പുരാനെ. ഇനി ഒന്നും നോക്കാൻ ഞാൻ അടുത്ത വണ്ടിക്ക് ഗോവ, അവിടെ പോയി തായ് മസാജ് കയ്യമ്മ എന്നും നോക്കാൻ ഈ ബേഗെടുത്ത് പോവന്നെ. പോടാ കൊച്ചുകുട്ടെ. ഗൈസ്, അപ്പൊ അടുത്ത കണ്ടം കാണാം. മോനെ, ഗോവയ്ക്ക് പോണ ട്രെയിൻ ഏതാ? അതാ പാപ്പതയാ. നിങ്ങൾ ചത്തില്ലായിരുന്നോ? എങ്ങോട്ടാ ഗോവയ്ക്കാ? ഞാനും ഉണ്ട് ഗോവയ്ക്ക്. പിന്നെ ഞാൻ കൂടെ വരും, എന്നെ കൊണ്ടുപോകണം.